പാരഡൈസ് ഫോർ അനിമൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കോഴിക്കാര്യം പറയാനാണ്. കാര്യം എനിക്ക് പൊതുവെ ജീവികൾ എല്ലാ മനുഷ്യരോടെന്ന പോലെ എല്ലാ ജീവികളോടും എനിക്കിഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല, കുറച്ച് വിഷമം തോന്നും. അപ്പോൾ ഞാൻ സർവേക്ക് പല വീടുകളിലും പോയപ്പോൾ കണ്ട ഒരു കാഴ്ച, കോഴി വളർത്തുന്നവരുണ്ട്, ധാരാളം കോഴിയുള്ളവരുണ്ട്, കുറച്ച് കോഴിയുള്ളവരുണ്ട്. അപ്പോൾ ഞാൻ കണ്ടതായ ഒരു കാഴ്ച, ഒരു ചെറിയ കൂടിൽ ധാരാളം കോഴികളെ വാഗൺ ട്രാജഡി പോലെ കുത്തിഞ്ഞെരുക്കി വളർത്തുന്നവരുണ്ട്. നമുക്കവർ ഇറച്ചി തരുന്നു, മുട്ട തരുന്നു. അപ്പോൾ അവർ വരുമാനം ഉള്ളതാണ് കോഴി. അപ്പോൾ അവർക്കൊരു നല്ല ഷെൽട്ടർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. പിന്നെ കോഴിക്കാഷ്ടമാണെങ്കിൽ ഒരു വർഷമായ കോഴിക്കാഷ്ടം തന്നെ അവരത് ചവിട്ടി 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 ഒരു മെത്ത പോലെയായി അസഹ്യമായ നാറ്റവും വൃത്തിഹീനമായ അതിൻ്റെ ഉൾവശമോ കോഴിക്കൂടിൻ്റെ അടിയിലെ ഭാഗമോ ഒന്നും വൃത്തിയാക്കാതെ അസഹനീയമായ അവസ്ഥയിൽ പല വീടുകളും ഞാൻ കണ്ടു. സത്യത്തിൽ എനിക്ക് സങ്കടം തോന്നി. പക്ഷേ ഇപ്പോൾ കുറേ പട്ടിയെ വളർത്തുന്ന ഒരു വീടാണെന്ന് സങ്കല്പിച്ച് നോക്കൂ. ഇതുപോലെ തീട്ടം കിടന്നിട്ട് നാറിയാൽ ആളുകൾ ആ പട്ടി വളർത്തുന്നവരുടെ തലയിൽ തീ കോരി ഒഴിക്കും. പക്ഷേ കോഴി, ആട്, മാട് ഇങ്ങനെയുള്ള വീടുകളിൽ മൂത്രം നാറിയാലോ കാഷ്ടം നാറിയാലോ ആരും ഒരു പരാതിയും പറയില്ല. അതും വൃത്തികേട് തന്നെയാണ്. ചില വീടുകളിലൊക്കെ ചെന്നാൽ മൂക്ക് പൊത്താതെ കയറാൻ പറ്റത്തില്ല. അത്രയും സ്ഥിരം ഒരു സ്ഥലത്ത് ആട് കെട്ടുമ്പോൾ മൂത്രമൊഴിച്ച് അസഹ്യമായ നാറ്റമാണ്. അപ്പോൾ പശു തൊഴുത്തുകൾ ചിലത് കണ്ടു. ഒരു ചാണകവും ഇതൊന്നും സമയത്തിന് മാറ്റാതെ അതിൻ്റെ ദേഹം മുഴുവൻ ചാണകവും ചെളിയും. എനിക്കറിയില്ല, വളരെ, കാരണം നമുക്ക് വരുമാനം തരുന്ന ജീവികളെങ്കിലും നമുക്ക് കുറച്ച് നന്നായിട്ട് നോക്കിക്കൂടെ? നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളെ പോലെ ആണ് അവരെയും നമ്മൾ വളർത്തുന്നത്. അപ്പോൾ അവർക്ക് കുറച്ച് നല്ല ഒരു പരിചരണം, സംരക്ഷണം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. കോഴിക്കൂടിൻ്റെ കാര്യം തന്നെയാണ് കഷ്ടം. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ചെറിയ കൂട്, ഒത്തിരി കോഴി, അതിൻ്റെ മുകളിലൊരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ആ ഷീറ്റിൻ്റെ അടിയിൽ കോഴി. ആ കോഴി എഴുന്നേറ്റ് നിൽക്കും. ഒരു പൂവൻ കോഴിയാണ്. അത് എഴുന്നേറ്റ് നിന്നപ്പോൾ അതിൻ്റെ മുതുക് അതിൻ്റെ ആ ഷീറ്റിൽ തട്ടി ആണ് നിൽക്കുന്നത്. അതായത് അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് അതിന് നിൽക്കാനുള്ള ഹൈറ്റ് കൂടിനില്ല. അതിങ്ങനെ കൂടിയാണ് അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. അതൊക്കെ കഷ്ടമാണ്. ഇങ്ങനെ നമുക്ക് സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ വളർത്തരുത്. എനിക്കത്രേ പറയാനുള്ളൂ. അതും ഒരു ജീവനാണ്. അവർക്കും കുറച്ച് സ്വാതന്ത്ര്യവും കുറച്ച് വൃത്തിയുള്ള സ്ഥലത്ത് കിടക്കാനും ഒക്കെ അവർക്കും അവകാശമുണ്ട്. അപ്പോൾ ദയവേത് ഇതിനെ വളർത്തുന്നവർ കുറച്ചുകൂടെ ഒരു വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ. പട്ടികളുടെ അവസ്ഥ ആണെങ്കിൽ തീരെ ദയനീയമാണ്. ഒരു ചങ്ങലയ്ക്കകത്ത് ഒരു 14 വർഷം ഒരു പട്ടിയുടെ ആയുസ്. ഈ 14 വർഷവും ചങ്ങലയ്ക്ക് കിടക്കുന്ന പട്ടികൾ ഒന്ന് അഴിച്ചു വിടുകയോ കിടക്കുന്ന സ്ഥലം മാറ്റിക്കെട്ടുകയോ പോലും ഇല്ലാതെ വളരെ ദയനീയമായ അവസ്ഥ. സത്യത്തിൽ മൃഗസംരക്ഷണ വകുപ്പ് ഇത് മൃഗസ്നേഹികളായ ആൾക്കാരെ, അതായത് മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഫീൽഡിലേക്ക് മൃഗസ്നേഹികളായ റെപ്രസെൻറ്റേറ്റീവ്മാരെ വിടുകയും ഓരോ വീടുകളിലും മൃഗങ്ങൾ, നമ്മളിപ്പോൾ വയസ്സായ പാലിയേറ്റീവ് കെയർ സംരക്ഷിക്കുന്ന പോലെ തന്നെ മൃഗങ്ങളുടെ അവസ്ഥ നോക്കാനും മൃഗങ്ങളെ എങ്ങനെയാണ് വളർത്തുന്നതെന്നും നോക്കാൻ ഒരു മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് ഒരു നല്ല ഒരു ഫീൽഡ് വർക്ക് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിത് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയോ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ്. എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ടത് അത്യാവശ്യമാണ്. നന്ദി. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.